കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ ഏറ്റവും അവസാനത്തത് നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ ഉപ്പിലിട്ട് മാങ്ങണ്ടല്ലോ, അവിടെ നടക്കുന്നത് ഓസ്മോസിസാണ്. അപ്പോൾ ആ നടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആ മെംബ്രെയിനിലൂടെ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ പാസേജ് അലൗഡ് ആണ്, എന്നാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പോവില്ല. ആ ആളാണ് ആര്? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. ആ രണ്ട് സൊല്യൂഷനിടയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് കഴിഞ്ഞാൽ സോൾവെൻ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുന്നതായിരിക്കും ഓസ്മോസിസ്. അപ്പോൾ ഈ സോൾവെൻ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. നമുക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഒന്നൊരു ഡൈല്യൂട്ട് സൊല്യൂഷനും മറ്റൊന്ന് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും. അപ്പോൾ ഈ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവും എന്നാണ് അർത്ഥം. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, സോൾവെൻറ്റിൻ്റെത് കുറവാണ് ഡൈല്യൂട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ട്? ഇപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനും ഉണ്ട്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ രണ്ട് ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും തമ്മിലൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ സോൾവെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. എവിടെ നിന്ന് കണ്ടാൽ നടക്കുക എന്നറിയോ? ഡൈല്യൂട്ട് സൊല്യൂഷന് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനക്ക് പോകും. ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ സോൾവെൻറ്റ് മൂവ് ചെയ്തത് എവിടെയാണ് സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ? ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ് സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായി വരുന്നത്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഞാൻ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ ഹയർ കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത് സോൾവെൻറ്റിൻ്റെതാണ്, ആരതല്ല? സൊല്യൂട്ടിൻ്റെതല്ല. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾ, ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ. അപ്പോൾ സോൾവെൻറ്റിൻ്റെ പാസേജ് ആണ് എവിടെ നിന്ന് അങ്ങോട്ടാ? ഫ്രം പ്യുവർ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ. പ്യുവർ സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡൈല്യൂട്ട് സൊല്യൂഷനാണ്. അതിൽ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ടു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ സൊല്യൂട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിൽ പ്യുവർ സോൾവെൻറ്റിനേക്കാൾ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പഠിക്കുക. പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഓർ ഫ്രം സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഈ ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ആരതാ? സൊല്യൂട്ടിൻ്റെ. സാധാരണ നമ്മൾ ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെതാണ്. അവിടെ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. അപ്പോൾ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഈ സെല്ലോഫെയിൻ അല്ലെങ്കിൽ അനിമൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ മെംബ്രെയിൻ, ഇതൊക്കെ നമ്മളെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷന് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ കാര് പോയിക്കൊണ്ടിരിക്കുകയാണ്, സോൾവെൻറ്റ് മൂവ് ചെയ്യുകയാണ്. ഇത് നിർത്താൻ ആവശ്യമായ പ്രഷർ, അങ്ങനെ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഡൈല്യൂട്ടാണ്, ഇവിടെ കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സോൾവെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരാതിരിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രഷർ എന്തോ, ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുക. ദ പ്രഷർ റിക്വയർഡ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഡ്യൂ ടു ഓസ്മോസിസ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ സിമ്പല് പൈ ആണ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇവിടെ സോൾവെൻറ്റ്, അല്ലെങ്കിൽ ഇത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇത് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ PATM ആണ്. വെറുതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളത് PATM ആണ് പ്രഷർ വരിക. ഇവിടെ നമ്മൾ PATM മാത്രമല്ല, അതിലേക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടൊരു പൈ എന്ന പ്രഷറും കൂടെ എക്സ്ട്രാ നമ്മൾ കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് ഇവിടെ ഓസ്മോസിസ് നടക്കുന്നില്ലെങ്കിൽ അഡീഷണലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ആ പ്രഷർ എന്തോ, അതാണ് ആര്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ദ പ്രഷർ റിക്വയർഡ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഡ്യൂ ടു ഓസ്മോസിസ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ പൈ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഡൈല്യൂട്ട് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടി. മൊളാരിറ്റിക്ക് അവിടെ സിമ്പിൾ കൊടുത്തത് സി ആണ്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ അല്ലേ, ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് കിട്ടിയിരുന്നു. അതേപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. ഓസ്മോട്ടിക് പ്രഷറോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ആണ്. മൊളാരിറ്റിക്ക് നമ്മൾ സി എന്നുള്ള ഒരു സിമ്പിൾ കൊടുത്തു ഓഫ് ദ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടി. അപ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ സിമ്പിൾ പൈ അല്ലേ, പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി ആണ്. ആ ഒരു ഇക്വേഷൻ മാറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക പൈ ഈക്വൽ ടു സി ആർ ടി എന്നാണ് വരിക. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണല്ലോ. എങ്ങനെ മൊളാരിറ്റി കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗിവൺ വോള്യം ഓഫ് ദ സൊല്യൂഷൻ ആണ്. അപ്പോൾ N2/V എന്ന് എഴുതാം. എന്തെഴുതാം? N2/V. ആരെ N2? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ N2നെ വേണമെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് എഴുതാം. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണമെങ്കിൽ പൈ വി, ആ വോള്യം അങ്ങോട്ട് കൊണ്ടുവരിക. പൈ വി ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു ആർ ടി. അല്ലെങ്കിൽ ഈ സാധനത്തിന് നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പോലെ ഓർത്ത് വെച്ചാലും മതി. പി വി ഈക്വൽ ടു എൻ ആർ ടി. ആ പിക്ക് പകരം ആരാ? പൈ. പൈ വി ഈക്വൽ ടു എൻ ആർ ടി. എന്നിൻ്റെ അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഓർത്ത് വെക്കാനൊന്നും കൂടെ സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആണ് അല്ലേ. ഇനി നോക്കും എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? സെയിം കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനെയാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ലോ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നും, ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്നും പറയും. അപ്പോൾ ആ ഒരു 3 ടേമുകൾ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 2 എന്താണ്? സെയിം കോൺസെൻട്രേഷൻ ആണ്. അടുത്തതിൽ സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തോ ആവും? സെയിം ഓസ്മോട്ടിക് പ്രഷർ ആവും. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഒരു സൊല്യൂഷനുമായി കമ്പയർ ചെയ്തിട്ട് മറ്റൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ അത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണെന്ന് പറയാം. എന്നാൽ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഓസ്മോസിസ് പഠിച്ചാൽ റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. എവിടെ നിന്നിട്ടാ ശരിക്കും ഓസ്മോസിസ് നടക്കുന്നത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ അഥവാ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തുനിന്ന് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അഥവാ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞോടത്തേക്കാണ് നാച്ചുറലി ഓസ്മോസിസ് നടക്കുന്നത്. ഈ ഓസ്മോസിസ് നിർത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാൻ പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വന്നപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഓസ്മോസിസ് നിന്ന് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ ഓസ്മോസിസ് പാടെ നിന്നു. വീണ്ടും ആ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നാൽ നേരെ തിരിച്ച് നടക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രഷർ കൊടുത്തപ്പോൾ അവിടെ നിന്നുള്ള വരവിനെയാണ് നമ്മൾ ഇല്ലാതാക്കിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സോൾവെന്റ് വരുന്നത് ഇല്ലാതാക്കി. വീണ്ടും പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് സോൾവെന്റ് പോകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ സീ വാട്ടർ, ഇപ്പോൾ ഇവിടെ സീ വാട്ടറും ഉണ്ട് ഫ്രഷ് വാട്ടറും ഉണ്ടെന്ന് കരുതുക. ഈ സമയത്ത് ഇത് ശരിക്ക് സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ എവിടെയാണ്? അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഫ്രഷ് വാട്ടർ ഉണ്ട് എന്ന് കരുതുക. ആദ്യം ഈ ഫ്രഷ് വാട്ടറിലാണ് സോൾവെൻറ്റിന് കോൺസെൻട്രേഷൻ കൂടുതൽ. ഇവിടെയോ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ശരിക്കും ഇങ്ങനെയാണ് എന്ത് പോകേണ്ടത്? വെള്ളം പോകേണ്ടത്. എന്നാൽ ഈ സോൾട്ട് വാട്ടറിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രഷർ കൊടുത്തിട്ട് ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉപ്പടങ്ങിയ വെള്ളത്തിൽ നിന്നും വെള്ളം മാത്രം അഥവാ സോൾവെന്റ് മാത്രം സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ അങ്ങോട്ട് വരും.
എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫ്രഷ് വാട്ടർ മാത്രം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരാണ്? റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഇനി ഇതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വരുന്നത്. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കാണുമ്പോൾ വരുന്ന ഒരു ചെറിയ പ്രശ്നം അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അബ്നോർമൽ മോളാർ മാസ്. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എല്ലായിടത്തും കണ്ടപ്പോൾ അവസാനം മോളാർ മാസിലേക്ക് മാറ്റുന്നത് കണ്ടിരുന്നു നിങ്ങൾ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൽ കൈറ്റു, മറ്റോടത്ത് മൊളാലിറ്റി, ലാസ്റ്റ് ഇതിൽ ഓസ്മോട്ടിക് പ്രഷറിൽ മൊളാരിറ്റി, ഇതിലൊക്കെ മോളാർ മാസ് ഉണ്ട്. ആ മോളാർ മാസ് വരുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ആയിട്ടാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് അല്ലേ. പക്ഷേ നമ്മളൊരു സൊല്യൂഷനിൽ സൊല്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അസോസിയേഷൻ സംഭവിക്കാം, ഡിസോസിയേഷൻ സംഭവിക്കാം. എന്താണ് ഈ അസോസിയേഷൻ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഇതാണ് എക്സാമ്പിൾ. ഇപ്പോൾ KCl അല്ലെങ്കിൽ NaCl നമ്മൾ വാട്ടറിലിട്ട് കഴിഞ്ഞാൽ അത് K+ഉം Cl- ആയിട്ട് നിൽക്കും. അപ്പോൾ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടി 2 കാണിക്കുക. അതാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ഇത് നമ്മൾ ഒന്നിലിട്ട് കഴിഞ്ഞാൽ അത് 2 കൂടി നിൽക്കും. ഇങ്ങനെ 2 അസറ്റിക് ആസിഡ് ഒന്നായിട്ട് നിൽക്കും. ഇതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ അസോസിയേഷൻ നടക്കാം, ഡിസോസിയേഷൻ നടക്കാം. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാറ്റം വന്നു. അസോസിയേഷൻ നടന്നാലും ഡിസോസിയേഷൻ നടന്നാലും എന്തിൽ മാറ്റം വന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാറ്റം വന്നു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാറ്റം വന്നാൽ നമ്മൾ മെഷർ ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് മാറ്റം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ദ സൊല്യൂഷൻ ഷുഡ് ബി ഡൈല്യൂട്ട്, ഒരു കണ്ടീഷൻ. മറ്റൊന്ന് വന്നിരുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കരുതെന്ന്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ സിമ്പലാണ് I. എന്താണ് വാൻ ഹോഫ് ഫാക്ടർ? I എന്ന് പറഞ്ഞാൽ നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് ആണ്. അല്ലെങ്കിൽ I കാണാനുള്ള ഇക്വേഷൻ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടാൻ കുറയാം. അപ്പോൾ ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അപ്പോൾ നമുക്ക് I കാണാനുള്ള ഇക്വേഷൻസ് ആണിത്. ഒന്നാരാ? നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അല്ലെങ്കിലോ വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇതാണ് വാൻ ഹോഫ് ഫാക്ടർ I എന്ന് പറയുന്നത്. ഈ വാൻ ഹോഫ് ഫാക്ടർ I അസോസിയേഷൻ ആണെങ്കിൽ <1 ആയിരിക്കും. അപ്പോൾ ഈ I എന്ന് പറയുന്നത് നമ്മൾ ഈ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ മാറ്റം വരും. ആ മാറ്റം വന്നതിനെ ശരിയാക്കുന്ന ആളാണ് ആര്? വാൻ ഹോഫ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ ഓഫ് I നോക്കുകയാണെങ്കിൽ അസോസിയേഷൻ ആണെങ്കിൽ I <1 ആണ്. I <1 വരാൻ കാരണം ഒന്ന് നോക്കി നോക്കൂ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളാർ മാസും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. അപ്പോൾ അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ അസോസിയേഷനിൽ ഈ മോളാർ മാസ് കൂടും, ഡിസോസിയേഷനിൽ മോളാർ മാസ് കുറയുകയാണെങ്കിൽ അപ്പോൾ ആ മോളാർ മാസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അസോസിയേഷൻ്റെ കേസിൽ I <1 ആണ്. അതേപോലെ ഡിസോസിയേഷൻ്റെ കേസിൽ I <1 ആണ് വരിക. അസോസിയേഷനും ഡിസോസിയേഷനും സംഭവിച്ചിട്ടില്ലെങ്കിൽ I = ആരാ? 1 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ വാൻ ഹോഫ് ഫാക്ടറും കൂടെ ഉപയോഗിച്ചിട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ P10 - P1 / P10 = Chi2.
അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ n1/n2/n1 അതിൻ്റെ കൂടെ ഒരു ഇൻറ്റു ഐയും കൂടെ ഉണ്ടാവും. ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം, ഡെൽറ്റ എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം, ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ ടു ഐ ഇൻറ്റു സി ആർ ടി അല്ലെങ്കിൽ N2RT/V. ആ ഒരു വാൻ ഹോഫ് ഫാക്ടറും കൂടെ നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുമ്പോൾ നമ്മൾ സാധാരണ അല്ല മോളാർ മാസ്, ആ മോളാർ മാസിൻ്റെ ശരിയായ വാല്യൂ കിട്ടാതെ മോളാർ മാസിൽ കുറവോ കൂടുതലോ നമ്മൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഈ മാസിനെയാണ് നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ഇതിനെ തിരുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് വാൻ ഹോഫ് ഫാക്ടർ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇക്വേഷനിലും ഐ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് കറക്റ്റ് ആക്കി എടുത്തു. ഇതോടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.